21 ഡേയ്സ് ഔട്ട് ഫ്രം മൈ ഫസ്റ്റ് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ. നമ്മൾ ഇന്നലെ ഒരു സാമ്പിൾ കാർബ് ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് അത്യാവശ്യം ഒരു ഫുൾനെസ് കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനിയും കാർബ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതൽ കാർബ് കൊടുക്കുന്നതിന് മുന്നേ ഇന്നലത്തെ എൻ്റെ വെള്ളം കൂടി കുറവായിരുന്നു. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം സെയിം കാർബ് ലോഡ് സെയിം ഫുഡുകൾ റിപ്പീറ്റ് ചെയ്യും. അതിൽ മസാല ദോശയ്ക്ക് പകരം സെയിം പൊട്ടറ്റോസിൻ്റെ എമൗണ്ട് ഞാൻ ബാലൻസ് ചെയ്യുന്നുണ്ട്. നോർമൽ പൊട്ടറ്റോസ് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത്, പക്ഷേ വെള്ളം കൂടി ഇച്ചിരിയും കൂടി കൂട്ടി നോക്കും. ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് വേണം ഇനി കാർബ് ലോഡിനെ പറ്റി ചിന്തിക്കുക. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പ്രീ വർക്കൗട്ട് ഒരു മീലും ഉണ്ടാക്കി പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് ആയിട്ട് ആസ് യൂഷ്വൽ കോഫി, പിങ്ക് സോൾട്ട്, ഹണി. ഫസ്റ്റ് വർക്കൗട്ട് പുള്ളിനീൻസ് ആണ് ചെയ്തത്. പുള്ളിനീൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്വാഡ്സും കൂടി ഫോക്കസ് ആയിട്ടാണ് ചെയ്യുന്നത്, ആബ്സ് മാത്രമല്ല. അത് കഴിഞ്ഞിട്ട് ലൈങ് ലെഗ് റൈസസും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കിടന്ന് ഹാഫ് ക്രഞ്ചസും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സീറ്റഡ് ട്വിസ്റ്റ് ഒറ്റ സെറ്റ് 200 റെപ്പറ്റീഷൻ. അത് കഴിയുമ്പോഴത്തേക്കും അഡക്റ്റേഴ്സിനും അബ്ഡക്റ്റേഴ്സിനും വേണ്ടി 3 സെറ്റ് ചെയ്തു. ഒത്തിരി പേര് നിഗ്ലക്റ്റ് ചെയ്യുന്നൊരു മസിൽ ഗ്രൂപ്പാണിത്. പക്ഷേ ഇതും കാലിൻ്റെ ഡെഫിനിഷനും സൈസിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്വാഡ്സ് മാക്സിമം ആക്ടിവേറ്റ് ആകാൻ വേണ്ടി സിംഗിൾ ലെഗിൽ 4 സെറ്റ് 25 റെപ്പറ്റീഷൻ, ഡെഫിനിഷനും കൂടെ വരാൻ വേണ്ടിയാണ്. അപ്പം നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്തു. നോർമൽ ലെഗ് എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ സൂപ്പർ സെറ്റ് ആയിട്ട് അപ്പം തന്നെ ലെഗ് പ്രസ് ചെയ്തു. അത് കഴിഞ്ഞ് ലൈങ് ലെഗ് കേൾ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ സൂപ്പർ സെറ്റായിട്ട് ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്തു. ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ മാക്സിമം ഹാംസ്ട്രിങ്ങിൽ തന്നെ സ്ട്രെച്ച് വരികയും ടൈറ്റ് ആക്കുമ്പോൾ ഗ്ലൂട്ട്സ് ടൈറ്റ് ആക്കാനുമാണ് നോക്കേണ്ടത്. പിന്നെ നമ്മൾ ഫൈനലി ഫ്രണ്ട് സ്ക്വാട്ട് ചെയ്തു. ഫ്രണ്ട് സ്ക്വാട്ട് ചെയ്യുമ്പോഴും ഒത്തിരി വെയിറ്റിൻ്റെ അല്ല, ഇതുവരെ ക്വാഡ്സിന് കിട്ടിയ ടെൻഷനിൽ അതിന് മേളിലോട്ട് കുറച്ചും കൂടി ടെൻഷൻ കിട്ടാൻ വേണ്ടി പാരലൽ വരെ ഇരുന്നിട്ട് നമ്മൾ പൊങ്ങുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാഫിന് വർക്ക് ചെയ്യണം. കാഫിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ലെഗ് പ്രസിൻ്റെ മെഷീനിൽ 6 സെറ്റാണ് ചെയ്തത്, 20 റെപ്പറ്റീഷൻ. ആദ്യത്തെ 10 റെപ്പറ്റീഷൻ കൺട്രോൾഡ്, താഴോട്ട് 3 സെക്കൻഡ് പയ്യെ ചവിട്ടി പൊക്കി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും 5 സെക്കൻഡ് ഹോൾഡ്. അത് കഴിഞ്ഞുള്ള 10 റെപ്പറ്റീഷൻ സ്പീഡിലാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് നമ്മുടെ ലെഗിൻ്റെ പമ്പൊന്ന് നോക്കിയത്. അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ടറി ആണ്. കാരണം വെയിൻസ് ഒക്കെ അതിൽ നിന്നും കാണാൻ തുടങ്ങി. കാലിനകത്തൂടെ ഇത്രയും വെയിൻസിനെ നേരത്തെ കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പ്രീ വർക്കൗട്ട് നമ്മൾ എന്താണോ കഴിച്ചത് ആ സെയിം മീല് പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് ഞാൻ വീണ്ടും കുക്ക് ചെയ്തു. അതായത് കുറച്ച് ബീൻസും ചിക്കൻ ബ്രസ്റ്റും. പക്ഷേ സാധാരണ കുടിക്കുന്ന പോസ്റ്റ് വർക്കൗട്ട് ഷെയ്ക്കിൽ ഫ്രൂട്ട്സ് ഇടുന്നതിന് പകരം ഞാൻ ഒരു പീസ് കേക്ക് എടുത്തു. അപ്പം കാർബൺ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ എഗ് വൈറ്റിനകത്തോട്ട് ഞാൻ ക്രിയാറ്റിൻ ഒരു സ്കൂപ്പ്, ഗ്ലൂട്ടമിൻ ഒരു സ്കൂപ്പ്, എന്നിട്ട് ഞാൻ അതങ്ങനെ തന്നെ കുടിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ബാക്കൊന്ന് ചെക്ക് ചെയ്യാൻ തോന്നി. രാവിലെ മൾട്ടിവൈറ്റമിൻസ് അങ്ങനത്തെ ക്യാപ്സ്യൂൾസ് എടുക്കാൻ മറന്നിരുന്നു. ലാസ്റ്റ് മീലും പിന്നെ നമ്മുടെ ഫൈനലി കിടക്കുന്നതിന് മുന്നേ ഒരു ഡാർക്ക് ചോക്ലേറ്റും കഴിച്ച് ഡേ ഫിനിഷ്.